ഹായ് അമ്മേ, ഇതാ ഞാൻ പറഞ്ഞ പെണ്ണ്. ചെന്ന് ചോദിക്കും. കാണാനൊക്കെ കൊള്ളാം, പക്ഷെ നമ്മുടെ ഫാമിലിക്ക് ചേരുമെന്ന് നോക്കട്ടെ. മമ്മി വായി നോക്കിയിട്ട് അമ്മ വരുന്നുണ്ട്. നീ കാറിലിരുന്നോ, ഐ വിൽ മാനേജ് ദിസ്. ദേ ഒന്ന് നിന്നേ. ഈ കൊച്ചിന്റെ പേരെന്താണ്? ഗൗരി മേനോൻ. ഈ കൊച്ചു പഠിക്കണോ? അതെ. കുടുംബത്ത് വേറെ ആരൊക്കെ ഉണ്ട്? എക്സ്ക്യൂസ് മീ, വല്ല കല്യാണ കാര്യത്തിലാണെങ്കിൽ വേണ്ട. ഷീ ഈസ് ഓൾറെഡി എൻഗേജ്ഡ്. അവിടെ കല്യാണം നിശ്ചയിച്ചതാ. അതല്ല ഞാൻ നിങ്ങളെ പോലെ കൾച്ചർ ഇല്ലാത്തവർ സംസാരിച്ച് വരുമ്പോൾ തന്നെ അറിയാം അതെന്തിനാണെന്ന്. അയ്യോ, കല്യാണത്തിനൊന്നും അല്ല. എന്റെ മോന് ടൈം പാസിന് ലൈൻ അടിക്കാൻ ഒരു ഐറ്റം വേണം. വെറുതെ ഒന്ന് സിനിമയ്ക്ക് പോകാനും കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചുറ്റാനും ഒക്കെ ആയിട്ട്. അല്ലാതെ കല്യാണം കഴിക്കാനാണെങ്കിൽ നല്ല ഒന്നാം തരം തറവാട്ടി പറഞ്ഞ കൊച്ചുങ്ങളെ ഞങ്ങൾക്ക് കിട്ടൂലേ? പാവോ ഈ ആന്റി വെറുതെ തെറ്റിട്ട് കല്യാണം അതയാനാ വെച്ചിട്ടുണ്ടടി ഞാൻ. അമ്മ ഇത് എന്ത് വർത്താനോ പറഞ്ഞത്? പിന്നെ ദേഷ്യം വരാതിരിക്കുവോ? അവിടെ അമ്മയുടെ ഒരു ജാട കണ്ടാ അറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണെന്ന്. ആ ലെവലാദികള് കൊക്കോണ്ടി പോലത്തെ ഒരു പെണ്ണും. പുറമ്പോ അതും കയ്യിന്ന് പോയി. നല്ല പുളിങ്കോമായിരുന്നു. അവന്റെ അമ്മ ആ പുളിങ്കോമ്പ് വിട്ടിട്ട് അവന്റെ തലക്കിട്ടാണ് അടിച്ചു. അതൊക്കെ ഞാൻ നല്ല പേഴ്സണാലിറ്റി ഉള്ളതുകൊണ്ട് പൈലറ്റ് ആണെന്ന് നുണ പറയേണ്ടി വന്നില്ല. പറഞ്ഞാലും വിശ്വസിക്കൂല. ഞാൻ ആരാ എന്താന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാ അവൾ എന്നെ പ്രേമിച്ചത്. ഒരു ദിവസം അവൾ എന്നെ വീട്ടിലേക്ക് വിളിച്ചു, അവളുടെ ഫാമിലിയെ പരിചയപ്പെടുത്താൻ. ഒരു കണ്ടീഷൻ മാത്രം, അവളുടെ ഡാഡിയെ ഒന്ന് ഇംപ്രസ് ചെയ്യണം. ഫ്ലവേഴ്സ് ഫ്രം ദ ഹാർട്ട്. Thank you, baby. So sweet. Come. എന്തൊക്കെയുണ്ട്? നന്നായിട്ട് പോണു. ഏഞ്ചൽ എല്ലാം പറഞ്ഞു. ഓക്കെ. ഹായ് ഡൂഡ്. ആന്റണി, ഇത് ജോ, എന്റെ കസിൻ ആണ്. ഹിസ് എ മ്യൂസീഷ്യൻ. ഹലോ. പാട്ടെന്ന് വെച്ചാ എനിക്ക് ജീവനാണ്. പാട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിയിട്ട് പോയാ മതി. അങ്ങനെ പറ ഡാഡി. പാടാന്ന് പറയല്ലാതെ ഇതുവരെ ആന്റണി പാടിയിട്ടേ ഇല്ല. Come on, Anthony. പാടൂ. Come on, man. Come on. Please, Anthony. പാടൂ പ്ലീസ്. പാടല്ലേ പ്ലീസ്. പാടല്ലേ. പാടി. കടുവായെ കിടുവ പിടിക്കുന്നേ, ഹംബംബോ മരയൊന്തിന് ചായം പൂശുന്നേ, അയ്യ. കമോൺ എവരിബഡി. കനവും പോയേ, കളവും പോയേ, കാനായി കുട്ടിച്ചാത്ത സ്വാഹ ആഹ ആഹ സ്വാഹ ഹോയ് ഹോയ് ഹോയ്. കമോൺ എവരിബഡി. കടുവായെ എനി പ്രോബ്ലം? കടുവായെ കിടുവ പിടിക്കുന്നേ, അമ്പമ്പോ കമോൺ എവരിബഡി മരയൊന്നിന് ചായം പൂശുന്നേ, അയ്യ. അറിഞ്ഞില്ല ഉണ്ണി ഇത്ര നന്നായിട്ട് പാടുന്ന അറിഞ്ഞില്ല. ആരും പറഞ്ഞില്ല. അതെ അതെ, സാറിന് പ്രേമൊന്നും ഇല്ലായിരുന്നോ? എന്തായിരുന്നു? എപ്പോഴല്ല, പിന്നെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. അയ്യേ, എനിക്കൊന്നും ഇഷ്ടമില്ല ഞൊണ്ടനെ. അന്ന് മുതൽ ഏത് പെണ്ണിനെ കണ്ടാലും ഞാൻ മോഹം തിരിച്ചു കളയും. നിക്കർ അയച്ചിട്ട്.
പക്ഷെ സാബുചേട്ടൻ ഇതുവരെ പെണ്ണ് കെട്ടാത്തത് പ്രേമം പൊളിഞ്ഞിട്ടല്ലേ? ഏ അങ്ങനൊന്നുമില്ല. എന്നാലും ഒരു പെണ്ണുണ്ടായിരുന്നു. എന്നിട്ടെന്താ എന്താ അവസാനം അവൾ എന്നെ ഇട്ടച്ചു പോയി. വെരി ഗുഡ്. അതാണ് പെണ്ണിന്റെ മനസ്സെന്ന് പറഞ്ഞത്. വെള്ളം പോലെയാണ്, അതിങ്ങനെ ഒഴുകി 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 നടക്കും. ആണുങ്ങളെന്ന് പറഞ്ഞ മൊബൈല് പോലെയാണ്. മൊബൈൽ വന്ന് വെള്ളത്തിൽ വീണാലും വെള്ളം വന്ന് മൊബൈലിൽ വീണാലും കേട് മൊബൈലിലാണ്. ഈ ഓട്ടോറിക്ഷ എപ്പോ വളക്കുമെന്നോ പെണ്ണിന്റെ മനസ്സ് എപ്പോ മാറുമെന്നോ ഒടേതമ്പുരാൻ പോലും പറയാൻ പറ്റില്ല. ചിലപ്പോ കല്യാണത്തിന് പള്ളിയിലേക്ക് പോണ വഴി മാറും, ചിലപ്പോ ഹാർട്ടില്ല ഏട്ടാ. പെണ്ണുങ്ങൾക്ക് ഹാർട്ടില്ല. ഏതെങ്കിലും പെണ്ണ് ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തായിട്ട് കേട്ടോ? അതില്ല. ഇല്ല, അതില്ല. അതാണ്. ചില മണവണാഞ്ചന്മാരുണ്ട്, പ്രേമിക്കുന്ന സമയത്ത് ദേവതയാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കയ്യിൽ തൊടുകയും കൂടിയില്ല. എന്നിട്ട് അവസാനം അവളെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ കെട്ടിക്കൊണ്ടുപോകുമ്പോ അവനിരുന്ന് മോങ്ങും. അപ്പൊ ഇരുന്ന് മോങ്ങിയിട്ട് എന്ത് കാര്യം? അതൊക്കെ ആദ്യം തന്നെ ഒരൊറ്റ അടി അടിച്ചോണ്ടല്ലോ. അതന്നെ പറഞ്ഞോളൂ. പ്രേമം പൊളിഞ്ഞ എല്ലാവന്മാരും സ്ഥിരം കൂട്ടുകാർക്ക് കൊടുക്കുന്നൊരു ഉപദേശം ഇത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ മനസ്സും അവർക്ക് കൊടുത്തു, ഇനി നമ്മുടെ ശരീരം കൂടെ അവർക്ക് കൊടുക്കണോ? അതിനുള്ള അർഹത ഉണ്ടോടാ അവളുമാർക്ക്? അത് കലയ്ക്ക് പകാളി. എനിക്കത് ഇഷ്ടമായി. നമ്മൾ ആണുങ്ങൾ ഒന്ന് നിർത്തടാ പ്രേമം മണ്ണങ്ങട്ടെ. നിനക്ക് വേറെ മാറ്ററൊന്നും പറയാനില്ലേ? പങ്കാളി നീ അത് പറയുന്നു. ഈ പ്രേമം എന്ന് പറഞ്ഞാല് എന്താടാ ഈ പ്രേമം എന്നാൽ